ഉത്തരമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ അനന്തപുരിയിലാണെങ്കിൽ എല്ലാവരും അനാമിക കേസ് കൊടുത്തതിനെ കുറിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ ആദർശമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും അവൾ ഗാർഹിക പീഡനത്തിനല്ലേ കേസൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇതിൽ ആദർശനൊക്കെ ചെറിയ ടെൻഷനൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്കും നമ്മളെ മുത്തശ്ശൻ പറയുന്നുണ്ട്, നീ എന്തിനാ ടെൻഷൻ ആവുന്നത്? ഇപ്പം അങ്ങനെ കേസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും അറസ്റ്റും കാര്യങ്ങളും ഉണ്ടാവത്തില്ല. എന്തായാലും പോലീസിൻ്റെ അവിടെ നിന്ന് അന്വേഷണം കാര്യങ്ങളൊക്കെ വന്നിട്ടേ എന്തായാലും ഇപ്പോൾ അറസ്റ്റൊക്കെ ചെയ്യത്തുള്ളൂ. കാര്യം ഇപ്പോൾ ഉള്ള പെണ്ണുങ്ങളെല്ലാവരും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ കേസുകളൊക്കെ കൊടുക്കുന്നത് കൊണ്ട് പെട്ടെന്നൊന്നും എന്തായാലും അറസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സമയത്ത് നമ്മൾ അജയം പറയുന്നുണ്ട്, എന്തായാലും ഒരു വക്കീലിനെ കൊണ്ടൊന്നും ഈ കേസ് വാദിപ്പിക്കാൻ പറ്റുമെന്നൊന്നും തോന്നുന്നില്ല. ഏതായാലും 2-3 വക്കീലെങ്കിലും ഈ കേസ് വാദിച്ച് ജയിക്കാൻ വേണമെന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്താണെങ്കിലും മുത്തശ്ശൻ പറയുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മുത്തശ്ശൻ പറയുന്നുണ്ട്, നരസിംഹം വക്കീലുള്ളപ്പോൾ പിന്നെ നമ്മളെന്തിനാ പേടിക്കേണ്ടത്, കേസ് അയാളെ ഏൽപ്പിക്കാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് നമ്മൾ ജയം പറയുന്നുണ്ട്, ഇപ്പം അങ്കിളാണെങ്കിൽ കേസും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ലല്ലോ അച്ഛാന്ന് പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞാൽ എന്തായാലും അയാൾ കേസൊക്കെ എടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മുത്തശ്ശനും അനിയൊക്കെ ആണെങ്കിലും നമ്മളെ വക്കീലിനെ കാണാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുത്തശ്ശനും അനിയൊക്കെ ആണെങ്കിൽ വക്കീലിനെ കാണാൻ വേണ്ടിയൊക്കെ അവിടെ ചെന്ന് അവർ തമ്മിൽ അങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മൾ നരസിംഹം വക്കീൽ പറയുന്നുണ്ട്, ഞാനിപ്പം പഴയ കണക്കുള്ള കേസും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല, ഇപ്പോൾ എൻ്റെ കൊച്ചുമോനാണ് എല്ലാ കേസുകളും കാര്യങ്ങളൊക്കെ നോക്കുന്നതൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ നവീൻ വക്കീൽ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ കോടതിയിൽ നിന്നൊക്കെയാണ് വരുന്നത്. അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മൾ നരസിംഹ വക്കീൽ പറയുന്നുണ്ട്, മോൻ എന്തായാലും അനിയുടെ കേസും കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ പറയുന്നുണ്ട്. അപ്പം നവീൻ പറയുന്നുണ്ട്, എന്തായാലും ഞാനെന്തായാലും കേസ് ഏറ്റെടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, മോന് ഫ്രീ ആവുന്ന സമയത്താണെങ്കിൽ അനിയെ വിളിച്ചാൽ മതി, അപ്പോൾ അവൻ വന്നിട്ട് ഈ കേസിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം മോനിക്ക് പറഞ്ഞു തരുമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ നരസിംഹ വക്കീൽ പറയുന്നുണ്ട്, എന്തായാലും മോനെ നീ ഈ കേസ് എന്തായാലും വിജയിച്ച് വരണം, അല്ലെങ്കിൽ പിന്നെ നീ കോർട്ട് തന്നെ നീ ഊരി വെക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്താണെങ്കിൽ നവീൻ പറയുന്നുണ്ട്, അതെന്തായാലും മുത്തശ്ശൻ എന്തായാലും അനിയുടെ കേസ് ഞാൻ ജയിച്ചില്ലെങ്കിൽ എന്തായാലും ഞാൻ ഈ ജോലി തന്നെ ഞാൻ വേണ്ടെന്ന് വയ്ക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിൽ സംസാരിച്ചിട്ട് നമ്മൾ അനിയും മുത്തശ്ശനൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. ശേഷമാണെങ്കിൽ നമ്മൾ മുത്തശ്ശനാണെങ്കിൽ ആദർശിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും മോനെ നീ എന്തായാലും പേടിക്കേണ്ട കാര്യമില്ല, എന്തായാലും നമുക്ക് ഈ കേസിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നന്ദുവിനെയും കൂടെ ഏൽപ്പിക്കണം, അവളാകുമ്പോഴത്തേക്കാണെങ്കിൽ നമുക്ക് പേടിക്കേണ്ടല്ല, വിശ്വസിക്കുകയും ചെയ്യാം, അവളാകുമ്പോൾ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നോക്കി ചെയ്യുകയൊക്കെ ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. കേസെല്ലാം നല്ലപോലെ അന്വേഷിക്കുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് മുത്തശ്ശനാണെങ്കിൽ നമ്മൾ നന്ദുവിനെ വിളിച്ചിട്ടാണെങ്കിൽ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നന്ദു ആണെങ്കിൽ മുത്തശ്ശനെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശനാണെങ്കിൽ നന്ദുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, മോളിൽ അനാമികയെക്കുറിച്ച് കുറച്ച് തെളിവുകളും കാര്യങ്ങളെല്ലാം റെഡിയാക്കണം, അവളെക്കുറിച്ച് എല്ലാ ഡീറ്റെയിൽസൊക്കെ മോൾ അന്വേഷിക്കണം എന്നൊക്കെ പറയുന്നത് ആ ഒരു ദൗത്യം നമ്മൾ ആ നന്ദുവിനെ ആണെങ്കിലും മുത്തശ്ശനെ ഏൽപ്പിക്കുന്നുണ്ട് കേട്ടോ. മുത്തശ്ശനാണെങ്കിൽ ഈ കേസൊക്കെ ഏൽപ്പിക്കുന്ന സമയത്താണെങ്കിലും നന്ദുവിനാണെങ്കിൽ നല്ല സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അപ്പം നന്ദു ആണെങ്കിൽ പറയുന്നുണ്ട്, എന്തായാലും അനാമികയെക്കുറിച്ചൊരു കേസും തെളിവുകളൊക്കെ കിട്ടാൻ വേണ്ടി ഞാനാണെങ്കിൽ കാത്തിരുന്നായിരുന്നു, അവളെക്കുറിച്ച് നല്ലതുപോലെ അന്വേഷിച്ച് അവൾക്കിട്ടൊരു പണി കൊടുക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നന്ദു. അങ്ങനെ നമ്മളെ മുത്തശ്ശനാണെങ്കിൽ പറയുന്നുണ്ട്, മോക്കൊരു സഹായത്തിന് വേണ്ടിയാണെങ്കിൽ ഞാൻ ഒരാളെയും കൂടി ഇതിനക്ക് ഇറക്കിയിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ കൊച്ചുമോനാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ആൾ ഭയങ്കര പുലിയാണ്, കേസൊക്കെ അന്വേഷിച്ച ഒരു കേസ് പോലും ഇതെനിക്ക് തോറ്റിട്ടൊന്നുമില്ല, എല്ലാ കേസും വിജയിച്ചിട്ടൊക്കെ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുത്തശ്ശനാണെങ്കിൽ എന്നിട്ട് നന്ദുവിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നന്ദു ആണെങ്കിൽ പറയുന്നുണ്ട്, മുത്തശ്ശൻ നമുക്ക് ആദ്യം ഈ വീട്ടിലെ തെളിവുകൾ തന്നെ നമുക്ക് ശേഖരിക്കാം, ഇവിടുത്തെ CCTVയിലെ ദൃശ്യങ്ങളൊക്കെ തന്നെ നമുക്ക് ആദ്യം ശേഖരിച്ചെടുക്കാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. CCTVയിലെ ഫോട്ടോസ് തന്നെ ഇവിടുത്തെ കണ്ടാൽ തന്നെ കോടതിക്ക് അവളെക്കുറിച്ചുള്ള എല്ലാ ഇതുകളും മനസ്സിലാവും. പിന്നെ അതുപോലെ പിന്നെ അവളാണെങ്കിൽ ആ പയ്യൻ്റെ കൂടെ ചുറ്റിക്കറങ്ങിയ ഫോട്ടോസും വീഡിയോസൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. തന്നെ പിന്നെ വേണുവിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമുക്ക് ശേഖരിച്ചെടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ നന്ദു ആണെങ്കിൽ നമ്മൾ ആ അനാമികയെക്കുറിച്ചും വേണുവിനെക്കുറിച്ചൊക്കെ ഉള്ള എല്ലാ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് എല്ലാം മുത്തശ്ശനെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അപ്പോൾ ഇതെല്ലാം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു തെളിവാണല്ലോ എന്നൊക്കെ ഇങ്ങനെ നന്ദുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇവള് എന്ത് കണ്ടിട്ടാണ് ഇത്ര അഹങ്കാരം കാണിച്ച് നടക്കുന്നതെന്നൊന്നും അറിയാൻ വയ്യ, ഇവളൊരു ഫ്രോഡാണെന്നുള്ള കാര്യം തെളിയാൻ തന്നെ മോളെ കയ്യിലുള്ള ഈ ഡീറ്റെയിൽസും കാര്യങ്ങളും കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്, ഇവളെ കുടുംബം ഒരു ഫ്രോഡാണെന്നൊക്കെ ഉള്ള കാര്യമൊക്കെ. അങ്ങനെ നമ്മൾ അനാമിക കൊടുത്ത ആ കേസിൻ്റെ ആ ഒരു ദിവസം വന്നെത്തിയിട്ടുണ്ട് കേട്ടോ. അനാമികയെ കൂട്ടിൽ കയറ്റി നിർത്തിയിട്ടൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ നന്ദു ആണെങ്കിൽ നന്ദുവിന് കിട്ടിയ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മളെ വക്കീലിന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വക്കീലാണെങ്കിൽ ആ ഡീറ്റെയിൽസ് എല്ലാം നല്ലതുപോലെ പഠിച്ചിട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ അനാമികയാണെങ്കിൽ ചോദ്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ വക്കീലാണെങ്കിൽ അനാമിക എടുത്ത് ആദ്യം തൊട്ടുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട് കേട്ടോ. അനിയെ സ്നേഹിക്കാൻ തുടങ്ങിയ തൊട്ടുള്ള കാര്യങ്ങൾ, അനിയാണോ വന്ന് ഇഷ്ടം ഇങ്ങോട്ട് പറഞ്ഞത്, അനാമികയാണോ ഇഷ്ടം അങ്ങോട്ട് പോയി പറഞ്ഞതെന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം
നമ്മളെ വക്കീൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണെങ്കിൽ അനാമിക അതൊക്കെ സത്യം പറയുന്നുണ്ട് കേട്ടോ. ഞാനാണ് അങ്ങോട്ട് പോയി അനിയുടെ ഇഷ്ടമാണെന്ന് പറഞ്ഞതെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ അത് കണക്ക് കല്യാണം കഴിഞ്ഞിട്ട് അനന്തപുരിയിൽ വന്നിട്ട് ശേഷം തൊട്ട് അവിടുത്തെ സ്വർണം മോഷ്ടിക്കുന്ന കാര്യങ്ങളും അതെല്ലാം നമ്മളെ വക്കീൽ ചോദിക്കുന്നുണ്ട്. പിന്നെ അത് കണക്ക് തന്നെ നമ്മൾ ആ ദേവയാനിക്ക് വിഷം കൊടുത്ത് കരൾ നഷ്ടപ്പെടുത്താൻ നോക്കിയ കാര്യങ്ങളും എല്ലാം ഒക്കെ വക്കീൽ ചോദിക്കുന്നുണ്ട് കേട്ടോ അനാമികയെടുത്ത്. അങ്ങനെ വേണമെങ്കിൽ അനാമികയ്ക്കാണെങ്കിൽ പാലിൽ കലർത്താൻ വേണ്ടി മരുന്ന് കൊണ്ട് കൊടുത്ത കാര്യം ഇതും എല്ലാം വീഡിയോയിൽ വക്കീലാണെങ്കിൽ അനാമിക അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ നിങ്ങളെ വീട്ടുകാരല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ നമ്മൾ ആ അനാമികയുടെ കാമുകനെ ആണെങ്കിലും അങ്ങോട്ട് വിളിച്ച് വരുത്തുന്നുണ്ട് കേട്ടോ. വരുത്തിയിട്ടാണെങ്കിൽ അവൻ്റെ അടുത്തും ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അവനാണെങ്കിൽ ആ പേടിച്ച് വിറച്ചൊക്കെ നിൽക്കും. അങ്ങനെ അയാളാണെങ്കിലും എല്ലാ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അനാമിക പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അനന്തപുരിയിൽ നിന്ന് സ്വത്തടിച്ച് മാറ്റിയിട്ട് നമുക്ക് കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാമെന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എല്ലാ കേസുകളും അനാമികയ്ക്ക് എതിരായതുകൊണ്ട് അനാമികയാണെങ്കിൽ അനാമികയുടെ തെറ്റാണെങ്കിൽ കോടതിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ അനാമികയുടെ കേസാണെങ്കിൽ അവർ അനാമിക തോക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ അനന്തപുരിക്കാരാണെങ്കിൽ കേസിൽ ജയിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ ആണെങ്കിൽ അനാമികയും അനിയായിട്ടുള്ള ഡിവോഴ്സിനുള്ള പേപ്പറും അവിടെ വെച്ച് തന്നെ ഒപ്പിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ആ കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് അതെല്ലാം പൂർത്തിയാകുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അതിനുശേഷമാണെങ്കിൽ നമ്മളെ മുത്തശ്ശൻ്റെ ദൗത്യം വളരെ മനോഹരമായിട്ട് പൂർത്തിയാവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ മുത്തശ്ശനെയും അനന്തപുരിക്കാരെയും ജയിലിലേക്ക് അയക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്ന നമ്മൾ അനാമികയും അനാമികയുടെ അച്ഛനും അമ്മയൊക്കെ നല്ല ജയിലിലോട്ടൊക്കെ പോകുന്ന സുന്ദരമായ നിമിഷങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ മുത്തശ്ശനാണെങ്കിലും നന്ദുവിൻ്റെ അടുത്താണെങ്കിലും നമ്മളെ വക്കീലിൻ്റെ അടുത്തൊക്കെ ആണെങ്കിലും നന്ദിയൊക്കെ അറിയിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.